Hello and welcome to QCDA Talks. ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉള്ളത് തോമസ് ജോസഫ് നെല്ലിശ്ശേരി സാറാണ്. വെൽക്കം ടു QCDA Talks സാർ. My pleasure. Thank you. ബിസിനസ് കൺസൾട്ടൻസി സാറ് വെസ്റ്റേൺ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ CEO ആയിരുന്നു. ഇന്ന് ജീപ്പാസ് ബിസിനസ് കൺസൾട്ടൻസിയുടെ ഡയറക്ടറാണ്. നമ്മൾ ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് അറിയാം. എന്താണ് ഈ ബിസിനസ് കൺസൾട്ടൻസി? ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? Good question. What is a business consultancy? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വേർഡ് പാർസ് ചെയ്യാം. എന്നിട്ട് വാട്ട് ഈസ് ബിസിനസ്, വാട്ട് ഈസ് കൺസൾട്ടൻസി, അത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ബിസിനസ്? ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് എലിമെൻ്ററി സ്റ്റെപ്സിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ഒരു കച്ചവടം. ഒരു കച്ചവടം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഒരു നീഡ് ഉണ്ട്, സംതിങ് ദാറ്റ് ദേ വാണ്ട്. അത് സ്പോട്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ്മാനോ ഒരു കമ്പനിയോ ഉണ്ട്. അപ്പോൾ ആ കമ്പനി ഈ നീഡ് സ്പോട്ട് ചെയ്യുന്നു, ആ കമ്പനി മനസ്സിലാക്കുന്നു, അതായത് ഈ നീഡ് ഞങ്ങൾക്ക് സർവീസ് ചെയ്യാം ഇൻ എ വേ വിച്ച് ഇസ് ആഡിങ് മോർ വാല്യൂ ടു ദ കസ്റ്റമർ അറ്റ് ദ സെയിം പ്രൈസ് ഓർ പ്രൊവൈഡിങ് ഹിം ദ സെയിം വാല്യൂ അറ്റ് എ ലോവർ പ്രൈസ്. അതാണ് ഒരു സ്റ്റാർട്ടിങ് ഒരു കച്ചവടത്തിൻ്റെ. ദാറ്റ് ഈസ് അപ്പോഴാണ് നമ്മൾ പറയുക ആ കച്ചവടത്തിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഫൗണ്ടേഷൻ മാത്രമായിട്ട് കാര്യമില്ല, യു ഹാവ് ടു ബിൽഡ് ഓൺ ദാറ്റ്. അപ്പോൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക? നമ്മളൊരു ഐഡിയ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, നമുക്ക് മനസ്സിലായി, അതായത് നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി ഇൻ എ വേ വിച്ച് ഇസ് മച്ച് ബെറ്റർ ദാൻ കോമ്പറ്റീഷൻ ഐദർ ഓൺ ദ വാല്യൂ ആക്സിസ് ഓർ ഓൺ ദ പ്രൈസ് ആക്സിസ്. അപ്പോൾ നമ്മൾ യു സ്റ്റാർട്ട് ബിൽഡിംഗ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു സപ്ലൈ ചെയിനും ഒരു ഓപ്പറേഷൻസ് ടീം സെറ്റപ്പ് ചെയ്യും. അതായത് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യും, you convert it into a form which meets the need of the customer. അപ്പോൾ അത് എൻറ്റയർ സപ്ലൈ ചെയിനും ഓപ്പറേഷൻസും സെറ്റപ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്യും. അത് ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കസ്റ്റമേഴ്സ്, ഇതേപോലത്തെ കസ്റ്റമേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ സ്പോട്ട് ചെയ്യും. എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇറ്റ് ഇസ് ഇഫക്റ്റീവ് ടു ഇഫ് യു ക്യാൻ സപ്ലൈ ദിസ് നീഡ്, വൈ നോട്ട് സിമിലർ നീഡ് അക്രോസ്. അപ്പോൾ നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് ടീം വഴി നമ്മൾ സ്പോട്ട് ചെയ്യും ഇങ്ങനത്തെ നീഡ് എവിടെയൊക്കെ ഉണ്ട് ആൻഡ് വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി പ്രോഫിറ്റബിളി സർവീസ്. നമ്മൾ ഇതിനാണോ ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാന്ന് പറയുന്നത്? ആബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ പ്രോസ്പെക്ട്സ് ഇരിക്കണേന്നുള്ളത് സ്പോട്ട് ചെയ്യുക, അവരെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് മാർക്കറ്റിംഗ്. അപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് ഉണ്ട്, നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് സെറ്റപ്പ്. തേർഡ് നമ്മൾ എന്ത് വേണം? ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ബി ഏബിൾ ടു റീച്ച് ഔട്ട് ടു ദ കസ്റ്റമർ. അതായത് യു മസ്റ്റ് ഹാവ് എ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ടു എൻഷുർ ദാറ്റ് യു റീച്ച് ഔട്ട് ടു ദ കസ്റ്റമർ ഐദർ ഇൻ എൻ ഓഫ്ലൈൻ മാനർ ഓർ നമ്മളൊരു ഓൺലൈൻ മാനറിൽ നമ്മൾ അവിടെ റീച്ച് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വേണം. അപ്പോൾ മൂന്നെണ്ണമായി. പിന്നെ നമുക്ക് എന്ത് വേണം? ഓബ്വിയസ് ആയിട്ട് ഇത് മൂന്ന് ഡിപ്പാർട്ട്മെന്റ്സിലും മാൻ പവർ വേണം, അല്ലാണ്ട് റൺ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ മാൻ പവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഓബ്വിയസ്ലി നീഡ് എ ടീം ടു മാനേജ് ദിസ് മാൻ പവർ ആൻഡ് എൻഷുർ, അതായത് അവരുടെ ബെസ്റ്റ് മോട്ടിവേഷൻ ലെവൽസിനും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ലെവൽസിലും അവർ വർക്ക് ചെയ്യണമെന്നുള്ളത് വേണം. അപ്പോൾ നമുക്കൊരു HR ടീം വേണം. പിന്നെ ഇതൊക്കെ റൺ ചെയ്യാൻ, ഏത് കച്ചവടം റൺ ചെയ്യാനും ഇപ്പം നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞോണം, കച്ചവടത്തിൻ്റെ ഓക്സിജൻ ഫൈനാൻസ് ആണ്. അപ്പോൾ ഓബ്വിയസ് ആയിട്ട് ഫൈനാൻസ് വേണം, ഫൈനാൻസ് വേണം. അപ്പോൾ ഫൈനാൻസ് വേണമെന്ന് മാത്രം പോരാ, അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. എന്താ കാരണം വെച്ചാൽ ഒരു കച്ചവടത്തിൽ നമ്മളൊരു ഫൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ റിട്ടേൺ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഒരു ഫൈനാൻസ് ടീം വേണം, മണി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന 5 ഡിപ്പാർട്ട്മെൻറ്റ്സും ഫൈനാൻസിൻ്റെ ഒപ്പം IT. എന്താ കാരണം വെച്ചാൽ ഓബ്വിയസ് ആയിട്ട് ഇൻഫർമേഷൻ മാനേജ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫൈനാൻസും IT എന്ന് പറയുന്ന ഒരു പില്ലർ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്താൽ പോരല്ലോ, ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. ഈ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ജനറൽ മാനേജ്മെൻറ്റ് വേണം. അപ്പം ഇതാണ് ഒരു കമ്പനിയുടെ സെറ്റപ്പ്. ഇപ്പോൾ ഹുദൈഫ് ഒരു 100 കമ്പനികൾ എടുത്താൽ വളരെ അപൂർവമായിട്ടുള്ള ചില കമ്പനികൾ മാത്രമാണ് ഈ പറയുന്ന എല്ലാ മേഖലയിലും 100% എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെ കുറവായിരിക്കും. ഒരു 90% കമ്പനീസ് ഈ പറയുന്ന 5 മേഖലയിലും ഒന്നല്ലെങ്കിൽ ഒന്ന്, ചിലത് 5 out of 5ലും they will have a lot of issues which they are facing. ഈ ബിസിനസ് ഓണർ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ഹീസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രോബ്ലം തന്നെ എന്താണെന്ന് മനസ്സിലാവാൻ
it takes me some time because I am part of that problem. It's part of me. Yes. But it's very difficult to understand that problem, and unless you understand the problem, you cannot find a way out. എന്താണ് ഒരു കൺസൾട്ടന്റ്? What's the role that he plays? Natasha, the role he plays is that he acts as a mirror to the proprietor. അതായത് എന്താണ് ഒരു പ്രൊപ്രൈറ്റർ ഫേസ് ചെയ്യുന്ന ആക്ച്വൽ പ്രോബ്ലം? എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസൾട്ടന്റ് he would have worked for about 30 years in different companies, different environments, but he has a rich experience. He has seen this. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഒരു മിററായിട്ട് he holds it in front of the entrepreneur. അപ്പോൾ ഓൺട്രപ്രണർ മനസ്സിലാവും, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കൺസൾട്ടൻറ്റ്, ദാറ്റ് ലുക്ക്, ഈ മേഖലയിൽ എനിക്ക് പല സിംറ്റമാറ്റിക് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ ഈ സിംറ്റമാറ്റിക് ഡിഫിക്കൽട്ടീസിൻ്റെ റൂട്ട് കോസ് എന്താ പ്രോബ്ലം എന്നുള്ളത് ഈ കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പിൽ ഈ പ്രൊപ്രൈറ്ററിന് മനസ്സിലാവും. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടൻറ്റ് ഗൈഡ്സ് ഹിം ദാറ്റ് ലുക്ക്, ഈ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്ത ബാക്കി ഉള്ള സിമിലർ പീപ്പിൾ സിമിലർ ടു യു, അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നത്, ഇന്ന സ്റ്റെപ്പുകൾ കടന്നിരിക്കുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ദീസ് സ്റ്റെപ്സ് വിച്ച് ഇസ് ആപ്റ്റ് ഫോർ യു, വിച്ച് ഇസ് ബെറ്റർ ഫോർ യു. അപ്പോൾ അത് he and the proprietor, the consultant and the proprietor form a way forward together using the consultant's experience and the proprietor's knowledge, domain knowledge. അത് രണ്ടും കൂടിയിട്ട് ചേർന്നിട്ട് ഒരു വേ ഫോർവേഡ് വർക്ക് ചെയ്യും. ആ വേ ഫോർവേഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് വേ ബിക്കോസ് ഓബ്വിയസ്ലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ഇങ്ങനെ പോവാൻ പറയുമ്പോൾ ആ ചേഞ്ച്, അത് ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും ഓർഗനൈസേഷനിലാണെങ്കിലും ഏത് ലിവിങ് ബീയിങ് ആണെങ്കിലും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ചേഞ്ച് പ്രോസസ്സ് ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഗൈഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ആ ട്രാക്കിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ റോള്. വളരെ ക്ലിയർ ആണ്. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തെ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഒരു കൺസൾട്ടൻറ്റ് ചികിത്സിക്കുന്നത്. നമ്മുടെ ശരിയായ രോഗനിർണയവും ശരിയായ ചികിത്സയും നൽകുക എന്നുള്ളതാണ്. കറക്റ്റാണ്. ഹുദൈഫ് പറഞ്ഞ എക്സാമ്പിൾ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. അതായത് ഒരു കൺസൾട്ടൻറ്റ് കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് കൊടുക്കണം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് മാറാനുള്ള വഴിയെന്നും കൊടുക്കണം. ആൻഡ് യു മസ്റ്റ് ഹാൻഡ് ഹോൾഡ് ദ ബിസിനസ് മാൻ ടു ഹെൽപ്പ് മേക്ക് ദ ചേഞ്ച്. എന്ന് വെച്ചാൽ ചേഞ്ച് എന്ന് പറയുന്നത് ഹുദൈഫ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അത് നമ്മൾ എസ്പെഷ്യലി ഇഫ് യു ആർ യൂസ് ടു ഡൂയിങ് തിങ്സ് ഇൻ എ പെർട്ടിക്കുലർ വേ, അവിടെ നിന്ന് മാറി വേറെ ഡയറക്ഷനിലേക്ക് മാറുകയെന്ന് വെച്ചാൽ മേ ബി ഐ നോ ഐ വോണ്ട് ടു ഡു ഇറ്റ്, ബട്ട് അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കുക, അതിൻ്റെ ആ ചേഞ്ച് പ്രോസസ്സ് ടു ഗോ ത്രൂ ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അവിടെയാണ് നതാഷ ഒരു കൺസൾട്ടൻറ്റിൻ്റെ റോള് വരുന്നത്. ബിക്കോസ് ഹി ഹാൻഡ് ഹോൾഡ്സ് ദി ബിസിനസ് മാൻ ആൻഡ് മേക്സ് ഹിം വാക്ക് ഇൻ ദ ന്യൂ പാത്ത് ആൻഡ് ഗെറ്റ് അറ്റ്യൂൺ ടു ഇറ്റ്. ഒരിക്കൽ അറ്റ്യൂൺഡ് ആയി കഴിഞ്ഞാൽ the businessman is an entrepreneur. He has the initiative within him. He'll take off. ആ ചേഞ്ച് പ്രോസസ്സാണ് നമ്മൾ ഒരു കൺസൾട്ടൻസിയിൽ മാനേജ് ചെയ്യുന്നത്. അതായത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, ഹെൽപ്പ് ഹിം അണ്ടർസ്റ്റാൻഡ് ദ വേ ഫോർവേഡ്, ഹാൻഡ് ഹോൾഡ് ഹിം ആൻഡ് സക്സസ്ഫുള്ളി മേക്ക് ഹിം വാക്ക് ഇൻ ദ ന്യൂ പാത്ത്. അതാണ് ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ റോൾ. അല്ലാണ്ട് പലർക്കും ഒരു തെറ്റിദ്ധാരണ, ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് വെച്ചാൽ വന്ന് ഇതാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് അതൊരു ബിസിനസ് കൺസൾട്ടൻ്റ് അല്ല. ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ 3 സ്റ്റെപ്പും ചെയ്യണം. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, വർക്ക് ഔട്ട് എ വയബിൾ വേ ഫോർവേഡ്. അതായത് പല സൊല്യൂഷൻസ് ഉണ്ടാവും, പക്ഷെ ആ കമ്പനിക്ക് ഏത് സൊല്യൂഷനാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് കൺസൾട്ടൻറ്റും പ്രൊപ്രൈറ്ററും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് വി ഫൈനലൈസ് ആൻഡ് ദെൻ മേക്ക് ദാറ്റ് ചേഞ്ച് ഹാപ്പൻ. ഇത് 3 ചെയ്താലാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ് കൺസൾട്ടൻറ്റ്. യെസ്, എക്സാക്ട്ലി. ഒരു രോഗിയും ഡോക്ടറും ഒരുമിച്ചാണ് ചികിത്സയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്ന് പറഞ്ഞതുപോലെ കൺസൾട്ടൻറ്റും ഓൺട്രപ്രണറും ഒരുമിച്ച് തന്നെ വേണം അതിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട്. വളരെ കറക്റ്റാണ് സാർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ അതിൽ നമ്മൾ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള രാജ്യമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ പോപ്പുലേഷൻ നമ്പർ 1 നിൽക്കുകയാണ്. സാർ ഒത്തിരി പേരെ കാണുന്നതാണ് ബിസിനസ്സിൻ്റെ അകത്തും ബിസിനസ്സിലേക്ക് ജോലി അന്വേഷിക്കുന്നവരും ഒക്കെ ആയിട്ട്. ഈ ഫിനാൻസ് അല്ലെങ്കിൽ ഒരു രൂപ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഇൻവോൾവ് ആയാൽ അവിടെ ഫിനാൻസ് വന്നു, ഒരു മനുഷ്യൻ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഇൻവോൾവ് ആയാൽ അവിടെ HR വന്നു. സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അകത്ത് നമ്മൾ ഈ 144 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളം, സാറ് നമ്മുടെ നാട്ടിൻപുറത്തുനിന്നും വന്ന് IIT മദ്രാസിലും IIM അഹമ്മദാബാദിലൊക്കെ പഠിച്ച് നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവൽ എക്സ്പോസർ കിട്ടിയ ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സംസ്ഥാനം ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാവുക? നമ്മളൊരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള
സംസ്ഥാനമാണെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ സന്തോഷത്തോടു കൂടി പറയുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഹുദൈഫ്, അതിൽ ലിറ്ററസി ലെവലും എംപ്ലോയബിലിറ്റിയും രണ്ടും വ്യത്യസ്ത കോൺസെപ്റ്റ്സ് ആണ്. ബിക്കോസ് യു ആർ ലിറ്ററേറ്റ് ഡസ് നോട്ട് ഇംപ്ലോയ് ദറ്റ് യു ആർ എംപ്ലോയബിൾ. ലിറ്ററസിയും എംപ്ലോയബിലിറ്റിയും വളരെ വ്യത്യസ്ത കോൺസെപ്റ്റ്സ് ആണ്. എങ്ങനെയാണ് ഒരു വെൻ ഡസ് എ പേഴ്സൺ ബിക്കം എംപ്ലോയബിൾ? അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? സ്കിൽ സെറ്റ്സ് വേണം. അതായത് ഏത് ജോലിക്കും, ഇപ്പോൾ ഒരു കോണ്ടന്റ് റൈറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലിസ്റ്റ് ആയിക്കോട്ടെ, ഒരു കോണ്ടന്റ്, അതായത് ഹി മസ്റ്റ് ബി, ആ സ്കിൽ സെറ്റ്സ് ഉണ്ടല്ലോ, ആ ജോലിക്ക് വേണ്ട സ്കിൽ സെറ്റ്സ്, ഹി മസ്റ്റ് ബി എക്സ്ട്രീംലി ഗുഡ് അറ്റ് ഇറ്റ് ഫസ്റ്റ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ഒരു ഓർഗനൈസേഷൻ സിംഗിൾ മാൻ ആർമി അല്ല. ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ യു ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് വേറെ കാര്യങ്ങൾ വേണം. ഒന്ന് എന്ത് വേണം? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് വേണം. അതായത് ഐ മേ ഹാവ് ഓൾ ദ സ്കിൽ സെറ്റ്സ് വിത്തിൻ മീ, ബട്ട് ഇഫ് ഐ കാൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു, ഓഫ് വാട്ട് യൂസ് ഇസ് മൈ സ്കിൽ സെറ്റ്, ഇറ്റ് വോണ്ട് ഹെൽപ്പ് യു, അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എൻ്റെ സ്കിൽ സെറ്റ്സ് മാത്രം പോരാ, എനിക്ക് ആ ആഡിക്വേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസും വേണം. ആ ജോലിക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. പിന്നെ 3, ഞാൻ ആദ്യം പറഞ്ഞോണം, ഞാൻ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു ജോലിയാണ്, അല്ലേ? അപ്പോൾ നതാഷ, എനിക്ക് വേണ്ടത് എന്താണ്? ഹൈ ഇമോഷണൽ കോഷ്യൻറ്റും വേണം. അതായത് എങ്ങനെയാണ് ഞാൻ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട്, ഹൗ കൻ ഐ എൻഷുവർ ദാറ്റ് ഐ ജെൽ വിത്ത് ദ ടീം ആൻഡ് എൻഷുവർ ദാറ്റ് ദ ടീം ഇസ് ഏബിൾ ടു ഡെലിവർ ഹയർ വാല്യൂ വെൻ ഐ എം പാർട്ട് ഓഫ് ദ ടീം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 സാധനം, അതായത് സ്കിൽ സെറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇമോഷണൽ കോഷ്യൻറ്റ്, ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് കാൻഡിഡേറ്റും, ലോകത്തിലെ ഏത് യു ടേക്ക് എനി പാർട്ട് ഓഫ് ദ ഗ്ലോബ്, ഈ 3 സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടി എംപ്ലോയബിൾ ആയിട്ട് വരിക, അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ലാർജർ ദാൻ ലൈഫായിട്ട് കാണാണ്ട് നമ്മൾ ജസ്റ്റ് ഏത് ഇതെങ്കിലും എടുക്കുക. അതായത് ഒരു കുട്ടി പഠിച്ച് when he starts getting into that employability stage, സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ഈ 3 ആസ്പെക്ട്സിൽ എവിടെയാണ് എനിക്ക് ഒരു ഡെഫിഷ്യൻസി ഉള്ളത്, അത് ബ്രിഡ്ജ് ചെയ്യാൻ നോക്കണം. അത് ബ്രിഡ്ജ് ചെയ്താൽ he will become employable. And if he has bridged it well, not only will he become employable, he'll do extremely well in his career. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരാൾക്ക് സ്കിൽ സെറ്റ്സ് ഉണ്ട്, അയാൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അയാൾക്ക് ഇമോഷണൽ കോഷ്യന്റ് വളരെ ഹൈ ആണെങ്കിൽ സക്സസ് ഇസ് അറ്റ് ഹിസ് ഫീറ്റ്, അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ പോരായ്മകൾ കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ജോലി കിട്ടാതെ പോവുകയുള്ളൂ, അല്ലേ? അതായത് ജോലി കിട്ടൽ മാത്രമല്ല ഹുദൈഫ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇതിപ്പോൾ നമ്മൾ ജോലി കിട്ടലൊരു മെഡലല്ല. ജോലി കിട്ടിയാൽ മാത്രം പോരാ, അതിൽ നന്നായി പെർഫോം ചെയ്തിട്ട്, ഇന്നത്തെ കാലത്ത് കരിയർ എന്ന് വെച്ചാൽ ഒരു 30-40 കൊല്ലമാണ്. അപ്പോൾ ഈ 40 കൊല്ലം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് നമുക്ക് ദൈവം നമുക്ക് തന്ന ടാലൻസ്, ആ ടാലൻസിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3 കാര്യത്തിലും ഈക്വലി അഡാപ്റ്റ് ആയിരിക്കണം. സ്കിൽ സെറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ കോഷ്യൻ, ഇത് 3 ഉണ്ടെങ്കിൽ and you continuously use skill sets എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ you must continuously learn. അല്ലാണ്ട് ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഞാൻ പഠിച്ചു, ഞാൻ ഒരു ലൈൻ എടുത്തു, ഇപ്പോൾ മേ ബി മൈ ലൈൻ, ഐ ഹാവ് ലേൺഡ് എവറിഥിങ് ആൻഡ് ഐ ഹാവ് പാസ്ഡ് ഔട്ട് ഓഫ് കോളേജ് ആൻഡ് ഐ ഹവ് എൻറ്റേർഡ് എ ജോബ്, ഇനി കഴിഞ്ഞു, ഇനി പഠിക്കണ്ട. തെറ്റാണ്. എന്താ കാരണം വെച്ചാൽ, ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, വായിക്കണം, പഠിക്കണം. ഇപ്പം ഞാൻ വെൻ ഐ ഗ്രാജുവേറ്റഡ് ഇൻ 1990, അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഇല്ല. അതില്ലാന്ന് വെച്ച് ഞാൻ പഠിക്കാണ്ടിരുന്ന ഐ ബിക്കം കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ്, അല്ലേ? അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സ്കിൽ സെറ്റ്സ് ഉണ്ടായാൽ മാത്രം പോരാ, അത് കോൺടെമ്പററി ലെവലിലേക്ക് നമ്മളിങ്ങനെ പഠിച്ച് അത് യു മസ്റ്റ് എൻഷുർ ദാറ്റ് ഇറ്റ് ഇസ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ. ഓക്കെ, ഹയസ്റ്റ് ലെവൽ ഓഫ് കോൺടെമ്പററി, ഹയസ്റ്റ് ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി കോൺടെമ്പററി, നമ്മളത് എൻഷുർ ചെയ്യണം. അപ്പോൾ അത് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റ്, ഇത് 3 നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ നോക്കണം. ശരി, അതിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പം ഈ 3 എലമെന്റ്സും നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു, പക്ഷെ പലപ്പോഴും പല ആൾക്കാർക്കും എന്തതിൽ ലാക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവാതിരിക്കുന്ന ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ലൈക്ക് ഹൗ ക്യാൻ ദേ ആക്ച്വലി അനലൈസ് ദെംസെൽഫ്? അത് വളരെ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നഖദാഷ. അതായത് പീപ്പിൾ ഫൈൻഡ്
നമ്മളെന്താ ചെയ്യുക, ഹിറ്റിംഗ് എ വാൾ, അതാ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു കഴിവ് ഇൻട്രോസ്പെക്ഷനാണ്. ആ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് അത് എല്ലാവരും ചെയ്യണം. അതായത് ഐ ഹാവ് ദിസ് ടാലൻറ്റ്, വൈ ഇസ് ഇറ്റ് ദാറ്റ് ഐ ആം നോട്ട് ഏബിൾ ടു റീച്ച് ദ മാക്സിമം ആസ് പെർ ദ ടാലൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ക്വാർട്ടർ യു മസ്റ്റ് ഇൻട്രോസ്പെക്റ്റ്. ആ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഈ 3 ആക്ട്സ് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യാണ്, നമ്മൾ സെൽഫ് ഡിഫെൻഡ് ചെയ്യല്ല. സെൽഫ് ഡിഫെൻസ് ആണ് നമ്മളെ പഠിപ്പിന്ന് മാറ്റി നിർത്തുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് എന്താ ഉണ്ടാവണേ, യു ട്രൈ ടു ഡിഫെൻഡ് യുവർ സെൽഫ്, നോ ഇറ്റ് ഈസ് ബിക്കോസ് പ്രോബ്ലം നമ്മൾ ഒരിക്കലും എക്സ്റ്റേണലൈസ് ചെയ്യരുത്. നമ്മളുടെ പ്രോഗ്രസ് നമ്മൾ വിചാരിച്ച ലെവൽ വരെ എത്തിയിട്ടില്ലെങ്കിൽ അത് വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണെന്ന് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചാൽ യു വിൽ നെവർ പ്രോഗ്രസ്. നമ്മൾ മനസ്സിലാക്കണം അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മേ ഹാവ് പ്ലേഡ് എ റോൾ, പക്ഷെ അതേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫേസ് ചെയ്ത വേറെ കാൻഡിഡേറ്റ്സ് കയറി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഇസ് സംതിങ് വിത്തിൻ മീ ദാറ്റ് ഈസ് ഹോൾഡിങ് മീ ബാക്ക്. അതെന്താണ്? ഈ 3 ആക്സസ് എടുക്കുക. എൻ്റെ സ്കിൽ സെറ്റ്സ് എൻ്റെ ജോലിക്ക് അനുസരിച്ച് ഞാൻ കോൺടെമ്പററി ആയിട്ട് വെച്ചിട്ടുണ്ടോ? എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ എന്തെങ്കിലും കുറവുണ്ടോ? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വെറുതെ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് നതാശ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു പുട്ട് ഓൺ ആക്സെൻറ്റിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക, അതല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമ്മുടെ മൈൻഡിലുള്ള സാധനം അപ്പുറത്തുള്ള ഒരാളെ മനസ്സിലാക്കുക. കറക്റ്റ്. അപ്പോൾ അതിന് 3 കാര്യമുണ്ട്. അതായത് എനിക്കൊരു തോട്ട്, എൻ്റെ ക്ലാരിറ്റി ഓഫ് തോട്ട് വേണം. 2, എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കറക്റ്റ് വൊക്കാബുലറി ഉണ്ടാവണം. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അല്ല, കറക്റ്റ് വൊക്കാബുലറി ഉണ്ടാവണം. എന്താ കാരണം വെച്ചാൽ പ്രൊണൗൺസിയേഷൻ വെറുതെ ഒരു പുട്ട് ഓൺ ആസ്പെക്റ്റ് ആണ്. അതിൻ്റെ കറക്റ്റ് വൊക്കാബുലറി ഉണ്ടാവണം. വിച്ച് എവർ ലാംഗ്വേജ് ഐ ചൂസ്. ഇപ്പോൾ മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആണെങ്കിൽ ഫ്രഞ്ച്, കറക്റ്റ് വൊക്കാബുലറി ഉണ്ടാവണം. അപ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട്, കറക്റ്റ് വൊക്കാബുലറി, ആൻഡ് ഐ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ പേഴ്സൺ ഹു ഈസ് ലിസണിങ് ടു മീ ഈസ് ഇൻ ദ സെയിം ഫ്രെയിം ഓഫ് മൈൻഡ് ആസ് മീ. അത് 3 ഉണ്ടെങ്കിലല്ലേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമോ. അല്ലെങ്കിൽ ഈ 3 ഏതെങ്കിലും ഒന്ന് തെറ്റിയ കമ്മ്യൂണിക്കേഷൻ ഫിനിഷ് ആയില്ലേ. അപ്പോൾ അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പല ആൾക്കാരും പേഴ്സണൽ കോച്ചിനെ എടുക്കും. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു മിററാണ്. അപ്പോൾ ആ മിറർ എന്താ ചെയ്യുക? ഈ പറയുന്ന 3 ആസ്പെക്റ്റിൽ എവിടെയാണ് ഒരു കാൻഡിഡേറ്റിൽ ഒരു ഡെഫിഷ്യൻസിയിലെ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. യു മസ്റ്റ് മേക്ക് ദ ചേഞ്ച്. ആ ചേഞ്ച് ഇഫക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഐ ആം യൂസ് ടു വാക്കിംഗ് ഇൻ എ വേ. എനിക്ക് എന്തൊരു എളുപ്പമാണെന്നറിയോ എൻ്റെ വഴി കറക്റ്റ്. എനിക്ക് എൻ്റെ ഗോൾ എത്താത്ത കാരണം ദാറ്റ് സൈഡ്, ദിസ് റീസൺ. എക്സ്റ്റേണലൈസ് ചെയ്യാതെ കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട. എനിക്ക് ചേഞ്ച് ചെയ്യാണ്ടിരുന്ന എൻ്റെ ലൈഫ് വളരെ കംഫർട്ടബിൾ ആണ്. ഏത്? ഫോർ ദ ടൈം ബീങ്. ലോങ് റണ്ണിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല, പക്ഷേ ഷോർട്ട് റണ്ണിൽ ഐ എം വെരി കംഫർട്ടബിൾ അല്ലേ. ആ കംഫർട്ട് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് ലോങ് റണ്ണിൽ സക്സസ്ഫുൾ ആവണം. അതുകൊണ്ട് ഐ ഹാവ് ടു മേക്ക് ദി ചേഞ്ച് വിച്ച് ഇസ് നെസസറി. അത് മനസ്സിലാക്കി അത് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നെവർ എക്സ്റ്റേണലൈസ് എ പ്രോബ്ലം. അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം റിസൈഡ്സ് ഇൻ യു, നോട്ട് ഔട്ട്സൈഡ് യു. അത് മനസ്സിലാക്കി ഈ 3 ആസ്പെക്റ്റിൽ എവിടെയാണ് എനിക്ക് ചേഞ്ച് വരുത്തേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് വി ഹാവ് ടു മേക്ക് ദ ചേഞ്ച്. സാർ വളരെ കൃത്യമായിട്ട് നമ്മൾ 2 ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. അതിനകത്തൊരു ബിസിനസ്സിനെ എന്താണെന്ന് തുടങ്ങിയ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി സാർ പ്രസൻറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഇൻഡിവിജ്വൽ ജോബ് ഹണ്ടിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് എംപ്ലോയബിലിറ്റിയിലേക്ക് എത്തുക, ഈ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. 2 ക്വസ്റ്റ്യൻസിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഈ പോഡ്കാസ്റ്റിലൂടെ കിട്ടുന്ന ക്ലാരിറ്റി വളരെ വലുതാണ്. ബിസിനസ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടാകുന്നൊരു ക്ലാരിറ്റിയും ഒരു ജോബ് ഹണ്ടറായി നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ക്ലാരിറ്റിയും വളരെ ഗംഭീരമായിട്ട് സാർ അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഒരു ബിസിനസ് ഫെയിൽ ആവുന്നതിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അകത്തെ പ്രോബ്ലങ്ങളെ സാർ ഒരുപാട് കാണുന്നുണ്ട്. അത് പല പാർട്സിലും ആവാം. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻസിലാവാം, മാർക്കറ്റിങ്ങിലാവാം, സെയിൽസിലാവാം. അതിന് ഡയഗ്നോസ് ചെയ്യാമെന്നൊക്കെ സാർ പറഞ്ഞു. ക്യാപിറ്റൽ പ്രശ്നങ്ങൾ കാരണം, അതായത് സാമ്പത്തിക ഞെരുക്കം കാരണം അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങൾ കാരണം ബിസിനസ്സുകളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. സെയിം തന്നെ പീപ്പിൾ മാനേജ്മെൻറ്റിലെ പ്രോബ്ലത്തിലും കാണാറുണ്ട്. നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിനോടൊപ്പം ഹ്യൂമൻ ക്യാപിറ്റൽ എന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക, ഹ്യൂമൻ ക്യാപിറ്റലിനെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ കാണുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഹുദൈഫ്, ഇപ്പോൾ ഞാനൊരു കണക്ക് ചോദിച്ചോട്ടെ.
100 പ്ലസ് 0 എത്രയാണ്? 100 100 മൾട്ടിപ്ലൈഡ് ബൈ 0 എത്രയാണ്? 0 അല്ലേ? അതെ. അതേപോലെയാണ്. അതായത് ഹ്യൂമൻ ക്യാപിറ്റലും ഫൈനാൻസും ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇഫക്റ്റ്. എന്തായിരിക്കും? അഡിറ്റീവ് ഇഫക്റ്റ് അല്ല, മൾട്ടിപ്ലിക്കേറ്റീവ്. അപ്പോൾ എന്തുണ്ടാവും? 100 മൾട്ടിപ്ലൈഡ് ബൈ 0 0. ഇനി 0 ആവില്ല. ഇപ്പോൾ 0.1 ആണെങ്കിൽ എന്തായി? ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറഞ്ഞു. അതാണ് ഇമ്പാക്റ്റ്. അതായത് ഇത് ഈ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് വരണമെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ, ഫൈനാൻസ്, ഓപ്പറേഷൻസ്, ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ഡിവിഷൻസിലും ഇതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇഫക്റ്റ് ആയിട്ടാണ് സക്സസ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കുറവാണെങ്കിൽ ഇറ്റ് പുൾസ് ദി എൻറ്റയർ തിങ് ഡൗൺ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റൂല. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ ബാക്കി ഉള്ള എല്ലാ ഫങ്ഷൻസിലും നമ്മൾ 10 on 10 ആണെങ്കിലും ദിസ് വിൽ കംപ്ലീറ്റ്ലി പുൾ യു ഡൗൺ. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ലക്യൂണുണ്ട്, എസ്പെഷ്യലി ഹ്യൂമൻ ക്യാപിറ്റലിൽ ലക്യൂണുണ്ട്, അല്ലെങ്കിൽ ഫൈനാൻസിൽ ലക്യൂണുണ്ട്. ഏതാണ് ലക്യൂണ അത് ഐഡൻറ്റിഫൈ ചെയ്ത് റിസോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ എല്ലാ സക്സസ്സും ദിസ് വിൽ ജസ്റ്റ് പുൾ യു ഡൗൺ. അതൊരു പല ഓൺട്രപ്രണേഴ്സിനും പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ട്രൈ ടു കോമ്പൻസേറ്റ് ത്രൂ അതർ തിങ്. അത് പറ്റൂല. അതായത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് വീക്ക് ആണെങ്കിൽ ദാറ്റ് വീക്ക്നെസ് വിൽ പുൾ ദി എൻറ്റയർ ഓർഗനൈസേഷൻ ഡൗൺ. അല്ലാണ്ട് അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് യുവർ വീക്ക്നെസ് ഇസ്, വാട്ട് ഷുഡ് യു ഡു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദറ്റ് വീക്ക്നെസ്, ആൻഡ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ചേഞ്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോയി. എനിക്ക് നല്ല കച്ചവടമുണ്ട്, സെയിൽസ് നന്നായി നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി ഒരല്പം എൻ്റെ HR ഏരിയയിൽ എൻ്റെ വീക്ക്നെസ്സുകൾ കീപ്പ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റ് പറ്റില്ല. തീരെ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇപ്പോൾ HR നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്താ വരിക? എംപ്ലോയീസ്. ഇപ്പം ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ഞാനൊരു പ്രൊപ്പറൈറ്റർ ആണെങ്കിൽ എനിക്ക് എന്നെ പോയിട്ട് എൻ്റെ എല്ലാ കസ്റ്റമറിനെ കാണാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ആരാ എൻ്റെ കസ്റ്റമറിനെ കാണുക? ആരാ എൻ്റെ കസ്റ്റമറിൻ്റെ ഡിലൈറ്റ്? കസ്റ്റമർ ഡിലൈറ്റ് ആരാണ് റെസ്പോൺസിബിൾ? എൻ്റെ സ്റ്റാഫ് ആയിരിക്കൂലേ? അപ്പോൾ എന്തുണ്ടാവും? എൻ്റെ ഇഫ് മൈ സ്റ്റാഫ് ഇസ് നോട്ട് മോട്ടിവേറ്റഡ്, വാട്ട് വിൽ ദ കസ്റ്റമറിൻ്റെ കമ്പനി ആരാണ്? ദ പേഴ്സൺ ഹു മീറ്റ്സ് ഹിം ഇസ് ദ കമ്പനി, അല്ലാണ്ട് ഞാനല്ല കമ്പനി. ആരാണ് കസ്റ്റമറിനെ? ഇപ്പോൾ നതാഷയാണ് കസ്റ്റമർ, ഇപ്പോൾ ഹുദൈഫാണ് നതാഷേനെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നതാഷനെ സംബന്ധിച്ചോളം ദ കമ്പനി ഈസ് ഹുദൈഫ്, അല്ലാണ്ട് ഞാനല്ല, ഓണറല്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ കമ്പനിയുടെ പ്രശ്നമായിട്ടാണ് നതാഷ കാണുക. അപ്പോൾ എന്ത് വരും? ഇഫ് യു ആർ റൂഡ് ടു ദ കസ്റ്റമർ, കമ്പനി റൂഡ് കമ്പനിയാണ്. ഇപ്പോൾ if you commit something and you are unable to ensure that your commitment is adhered to, അപ്പോൾ എന്താ വരിക? നതാഷയുടെ ഇംപ്രഷനിൽ എന്താണ്? ദിസ് കമ്പനി ഇസ് നോട്ട് ഡിപ്പെൻഡബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ലൈൻ എന്താണ്? മൈ എംപ്ലോയി ഷുഡ് ബി മോട്ടിവേറ്റഡ്. വൈ ഷുഡ് മൈ എംപ്ലോയി ബി മോട്ടിവേറ്റഡ്? ബിക്കോസ് ഹി ഈസ് ദ ഫേസ് ഓഫ് ദ കസ്റ്റമർ. He is the face of the, sorry, he is not the face of the customer, he is the face of the company to the customer. Okay, let me correct myself. അപ്പോൾ അതായത് കമ്പനീനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ്റെ എംപ്ലോയി ആണ്. അപ്പോൾ എൻ്റെ എംപ്ലോയി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ എന്താ വരിക? മൈ കമ്പനി വിൽ ഹാവ് എ വെരി പുവർ ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കസ്റ്റമർ. അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഒരു ഓൺട്രപ്രണർ കേസിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ്. അതൊരു പ്രോപ്പർ ലെവലിലേക്കാണ്. അപ്പം ആ കേസിലൊക്കെ നമുക്ക് ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ up to what extent you can actually help them out? Good question. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ. When does work become play? Like when we like that. Absolutely. വർക്ക് നമ്മൾ ലൈക്ക് ചെയ്താൽ വർക്ക് പ്ലേ ആയി. പ്ലേ നമുക്ക് ബോർഡും തോന്നും? No sir. ഇല്ലല്ലോ. So if you feel that look there is a work life imbalance, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നതാഷയോട് ചോദിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈ ഡു യു സീ വർക്ക് ആസ് എ ബേർഡൻ? ബിക്കോസ് ഐ നീഡ് എ ബാലൻസ് ബിക്കോസ് ഐ ആം ടേക്കിംഗ് എ ബേർഡൻ. ഞാൻ ബേർഡനിലല്ല, ഞാൻ എൻജോയബിൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 24 hours സഫീഷ്യൻ്റ് ആവില്ല, അല്ലേ? അപ്പോൾ ഞാൻ എൻജോയബിൾ അല്ലാത്തൊരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണ്ടത്. ശരിയല്ലേ? I am not saying deprioritize health, അതല്ല ഞാൻ പറയണേ. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത് എന്താണ്? ഐ എം ടേക്കിംഗ് എ ബേർഡൻ ആൻഡ് ഹെൻസ് ഐ നീഡ് സംതിങ് ടു. ബേർഡൻ എടുക്കാൻ ആരാ പറഞ്ഞിരിക്കുന്നത്? ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ എൻജോയബിൾ ആയിട്ടുള്ള വർക്ക് ഞാൻ ചൂസ് ചെയ്തിട്ട് ഐ മസ്റ്റ് ഡു മൈ വർക്ക് സച്ച് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ അവേഴ്സ് ഓൺ എൻഡ്, ബട്ട് ഐ വിൽ നോട്ട് ഫീൽ ടയർഡ് ബിക്കോസ് ഞാൻ ആ വർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ കയറിയാൽ ആദ്യം ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ ഇൻട്രോസ്പെക്ട് ചെയ്ത് ഞാൻ ആലോചിക്കേണ്ടത് വാട്ട് ഈസ് ഇറ്റ് ഇൻ മൈ വർക്ക് ദാറ്റ് ഇസ് മേക്കിംഗ് മീ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് സോ മച്ച് ഓഫ് ഡ്രഡ്ജറി ഇൻ മൈ വർക്ക്. അതെനിക്ക് മനസ്സിലാക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഐ ഹാവ് നോട്ട് ചോസൺ എ ലൈൻ വിച്ച് ഇസ് ഇൻ ലൈൻ വിത്ത് മൈ ടാലൻറ്റ് അല്ലേ. ഞാൻ ഒരിക്കലും ഹെൽത്ത് ഇഗ്നോർ ചെയ്യാൻ പറയല്ല. ഹെൽത്ത്, നമ്മുടെ സോഷ്യൽ റിലേഷൻസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇല്ലാണ്ട് യു കനോട്ട് സർവൈവ്. ഇഫ് യു ആർ ഇൽ യു കനോട്ട് സർവൈവ്. ഇഫ് യു ഡോണ്ട് ഹാവ് സോഷ്യൽ കണക്ഷൻസ് യു കാൻ സർവൈവ്. യു നീഡ് എ ഫാമിലി, യു നീഡ് എ സർക്കിൾ, യു നീഡ് എ ഫ്രണ്ട് സർക്കിൾ, എല്ലാം വേണം. അതല്ല ഞാൻ പറയണേ. പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നാൽ ഫസ്റ്റ് ഞാൻ ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ആർ യു ഡൂയിങ് സംതിങ് വിച്ച് യു ഡോണ്ട് ലൈക്ക്? ഇഫ് ഐ ആം ഡൂയിങ് സംതിങ് വിച്ച് ഐ ലൈക്ക്, ഇതൊക്കെ വരും. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ഞാൻ ടൈം കാണും, സോഷ്യൽ സർക്കിൾ, അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ വ്യത്യാസം നതാഷയ്ക്ക് മനസ്സിലായി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ ജോലി കണ്ടെത്തുക, അത് താല്പര്യത്തോടു കൂടി ചെയ്യുക അല്ലേ. അതായത് ഇഫ് ഐ ആം ബ്ലെസ്ഡ് വിത്ത് XYZ ടാലൻസ്, XYZ ടാലൻറ്റിൽ ഉള്ള ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്കുള്ള ലൈൻ ഞാൻ എടുക്കുക ആൻഡ് ഇമ്മേഴ്സ് മൈ സെൽഫ് ഇൻ ഇറ്റ്. ഐ വിൽ എൻജോയ് ഇറ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ പിന്നെ അതിൽ എനിക്ക് പ്രയാസം തോന്നൂല. പിന്നെ അതിനൊപ്പം എനിക്ക് ഡെഫിനറ്റായിട്ട് അത് മാത്രം പോരാ, അതിനൊപ്പം എനിക്ക് സോഷ്യൽ സർക്കിൾ വേണം, എനിക്ക് എൻ്റെ ഹെൽത്ത് വേണം, അതൊക്കെ വരും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം ഞാനൊരു കാരിയർ എടുത്തു. ഞാൻ കാരിയറിൽ ശരിക്കും ചെയ്യണമെങ്കിൽ ഐ ഒബ്വിയസ്ലി നീഡ് ഗുഡ് ഹെൽത്ത്, അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഐ വിൽ ഫൈൻഡ് ടൈം ടു ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ഫോർ മൈ കരിയർ അല്ലേ. അല്ലാണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഡൈക്കോട്ടമസ് ആയിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫും എൻ്റെ പ്രൊഫഷണൽ ലൈഫ് കാണൂല. എന്താ കാരണം വെച്ചാൽ ഇത് എനിക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മെൻ്റൽ ഹെൽത്ത് വേണമെങ്കിൽ സോഷ്യൽ കണക്ഷൻസ് വേണം. അപ്പം മെൻ്റൽ ഹെൽത്ത് എനിക്ക് ഇഫ് ഐ ഹാവ് ടു ഹാവ് ദാറ്റ് ഐ ഒബ്വിയസ്ലി നീഡ് ദാറ്റ്. അപ്പോൾ ഞാൻ കാണും. പക്ഷേ എനിക്ക് കാരിയർ ഒരു ഡ്രഡ്ജറി ആയിട്ട് തോന്നൂല. യെസ്, എക്സാക്ട്ലി. നമ്മൾ കേരളത്തിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് മലയാളി ബിസിനസ്സുകാരെ സാർ നേരിട്ട് ഇടപെടുകയും വർക്ക് ചെയ്തൊക്കെ ആളാണ്. നമ്മൾ മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർ ലോകത്ത് എവിടെയുണ്ട്, ആഫ്രിക്കയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഞാൻ ഒന്ന് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് മാത്രമായിട്ടൊന്ന് സെൽഫിഷ് ആവുകയാണ്. മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർ സാധാരണഗതിയിൽ വരുത്തി വെക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തായിരിക്കും പറയുക? അതിനുള്ള സാറിൻ്റെ ഒരു റെമഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും ജനറലായിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹുദൈഫ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ബിസിനസ്, അതായത് ബിസിനസ്സസ് മലയാളീസ് റൺ ചെയ്യുന്ന ബിസിനസ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സംതിങ് വിച്ച് ഈസ് കോമൺ ടു വൺ സെറ്റ്. അങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് ബിസിനസ്മെൻ അക്രോസ് ദ വേൾഡ് വി ആർ ഓൾസോ പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ വേരിയസ് ആസ്പെക്ട്സ്. പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഐ വുഡ് sort of put two or three aspects. ഫസ്റ്റ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കറക്റ്റ് പ്രൈസിങ് ഞാൻ മനസ്സിലാക്കില്ല. അതായത് മിക്ക കച്ചവടക്കാർക്കും പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ അണ്ടർ പിച്ച് ദ പ്രൈസ്. എൻ്റെ വാല്യൂ ഞാൻ തന്നെ കാണണ്ടേ. എൻ്റെ വാല്യൂ ഞാൻ കാണാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് വാല്യൂ കാണുക? അതായത് വൺ എലിമെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാല്യൂ ഇസ് എ പ്രൈസ്. ഐ എം നോട്ട് സെയിങ് ഓവർ പ്രൈസ്, പക്ഷെ എൻ്റെ കറക്റ്റ് പ്രൈസ് കാണണ്ടേ. ഐ ഷുഡ് നോട്ട് അണ്ടർ പ്രൈസ്. ഈ അണ്ടർ പ്രൈസിങ് പല കച്ചവടക്കാർക്കും പറ്റുന്ന ഒരു തെറ്റാണ്. ഫസ്റ്റ് സർ, ആ അണ്ടർ പ്രൈസിംഗിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പോൾ പൊതുവേ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വിൽ ബി ഹാവിങ് എ കൈൻഡ് ഓഫ് എ ഫിയർ, ലൈക്ക് ഞാൻ പറയുന്ന വാല്യൂ അത് കറക്റ്റ് അല്ലെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് എ ഹയർ വൺ, ഹൗ വിൽ പീപ്പിൾ ആക്സെപ്റ്റ് ദോസ് തിങ്സ്? ആ സാധനം നമ്മൾ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കില്ലേ നമ്മൾ അണ്ടർ പ്രൈസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്? നതാഷ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ ഇതിലിപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദി ഓപ്റ്റിമം പ്രൈസ് ഇസ് 100, the number of times you go above 100 and the number of times you go below 100 you go at least 99% of the times. അപ്പം മിക്ക ടൈമിലും നമ്മൾ നമ്മളെ അണ്ടർ പ്രൈസ് ചെയ്യാണ്. മീൻസ് ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറയുന്നത് ഒരിക്കലും ഡോണ്ട് ഗോ ആൻഡ് ഓവർ, അതല്ല ഞാൻ പറഞ്ഞത്. ഓപ്റ്റിമം പ്രൈസ് വേണം. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ മിക്ക കച്ചവടക്കാരും ചെയ്യുന്ന ഒരു തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്താ കച്ചവടക്കാർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? ഇപ്പോൾ എനിക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്, എനിക്ക് പല പല റാസ്മെറ്റാസ് ഉണ്ട്. അതായത് ഏത് സാധനം ഫിക്സ്ഡ് കോസ്റ്റ് എന്താണ്? അത് കവർ ചെയ്യണമെങ്കിൽ എനിക്ക് ആ മാർജിൻ ഉണ്ടാക്കണം. അപ്പോൾ
എനിക്ക് അല്ലെങ്കിലും ഒരു ഹൈ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ഐ എം സ്റ്റാർട്ടിങ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. എന്താ കാരണം വെച്ചാൽ ഇത് കവർ ചെയ്യാണ്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്നെ സംബന്ധിച്ചോളം ഒരു ഹ്യൂജ് ഒബ്സ്റ്റിക്കിളാണ്. അപ്പോൾ കുറവ് ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ള ഒരു കച്ചവടക്കാരന് വളരെ എളുപ്പത്തിൽ ആ ഒബ്സ്റ്റിക്കിൾ കവർ ചെയ്യാൻ പറ്റും. ഇൻഫ്രാസ്ട്രക്ചറും മെഷീൻസും ഒക്കെ വരുന്നത് ഈ ഫിക്സ്ഡ് കോസ്റ്റിലാണ്. അതായത് നമ്മളെ ഒരു തെറ്റിദ്ധാരണ പല കച്ചവടക്കാർക്കുള്ളത്, എനിക്കൊരു വലിയൊരു ഓഫീസ് ഉണ്ട്, എനിക്ക് വലിയൊരു സെറ്റപ്പ് ഉണ്ട്, ഇതില്ലാണ്ട് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക? റോങ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ ഏറ്റവും വലിയ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിയോ നമ്മൾ എന്താണ് ഒരു ഒബ്സ്റ്റക്കിൾ റേസിൽ നമ്മുടെ ഒബ്സ്റ്റക്കിൾ ഇത്രയാക്കി, ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചോ നമ്മുടെ ഒബ്സ്റ്റക്കിൾ കുറവായി. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് കാലിബ്രേറ്റ് ചെയ്യണം. ഞാൻ കണ്ടിരിക്കുന്നതിൽ ഒരു അറ്റ്ലീസ്റ്റ് 75% ഓഫ് ഇനീഷ്യൽ ബിസിനസ് ഫെയിലിയേഴ്സ് ആർ ബിക്കോസ് യുവർ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഹൈ. അപ്പോൾ I have told you, one is your pricing is not optimal, it is low. രണ്ട്, നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആദ്യം കൂട്ടിയിട്ട്, അതായത് കച്ചവടം വളർന്നു പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടി, നോ പ്രോബ്ലം. പക്ഷേ കച്ചവടം വളരണേ മുമ്പ് ഞാൻ ഈ ഫിക്സ്ഡ് കോസ്റ്റ് എത്തിയാൽ പിന്നെ എനിക്ക് ഒബ്സ്റ്റക്കിൾ ചാടാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇപ്പോൾ ഞാൻ 20 വയസ്സിൽ എനിക്ക് ചാടാൻ പറ്റുന്ന ഒബ്സ്റ്റക്കിൾ എനിക്ക് 1 വയസ്സിൽ ചാടാൻ പറ്റുമോ? അത് ഞാൻ നടന്നു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നടന്നു തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒബ്സ്റ്റക്കിൾ ഇത്ര വലിയ പാടുള്ളൂ. അപ്പോൾ അതാണ് ഫിക്സ്ഡ് കോസ്റ്റിനെ. അത് 2. 3 ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്റ്റംബ്ലിംഗ് പോയിന്റ് ഈ ബിസിനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റൊട്ടേഷൻ. അതെന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ P&L ഉണ്ടാക്കുമ്പോൾ P&Lലൊക്കെ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ക്യാഷ് ഫ്ലോ ഇല്ല. അതെന്താ കാരണം? ഈ പറയുന്ന ലാഭം ഒന്നല്ലെങ്കിൽ അൺസോൾഡ് സ്റ്റോക്കിൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ക്രെഡിറ്റിൽ എടുക്കുകയാണ്, മാർക്കറ്റിൽ എടുക്കുകയാണ്. എനിക്കെന്താ കാര്യം? ഞാൻ കച്ചവടം ചെയ്യുന്നത് ഇതൊക്കെ ആവശ്യമാണ്, പക്ഷെ ഞാൻ കച്ചവടം ചെയ്യുന്നത് എന്തിനാ? ഞാൻ കച്ചവടം ചെയ്യുന്നത് എൻ്റെ ലാഭത്തിനാ, അല്ലാണ്ട് ഞാൻ കച്ചവടം ചെയ്യുന്നത് എന്താ പറയുക, ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. ഐ എം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, why am I doing business? I am doing business because I want to earn a profit. അതല്ലേ, അല്ലാണ്ട് the other things come secondary to it, അല്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ I must see that as cash, that is as profit in my bank account. അതിൻ്റെ തടസ്സം എന്താണ്? ഓൾഡ് സ്റ്റോക്സ്, ക്രെഡിറ്റ് ഇൻ ദ മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഈ 3 തെറ്റും ഇല്ലാത്തൊരു ബിസിനസ് നോർമലി സക്സീഡ്സ്. പിന്നെ ഇറ്റ് ഫൈൻഡ്സ് ഇറ്റ്സ് ഓൺ വേ ടു ഗ്രോ. അപ്പോൾ ഇത് 3 നമ്മുടെ ഇനീഷ്യൽ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്. വളരെ കറക്റ്റാണ്. അതായത് പ്രൈസിങ് അത് കൃത്യമായിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എന്താ വരുന്നത് പാടില്ല. അതെന്താ വരുന്നതെന്ന് ഷെഹുദൈഫ്, എന്താ വരുന്നത് വെച്ചാൽ ഓപ്റ്റിമൽ പ്രൈസ് അല്ലെങ്കിൽ എൻ്റെ മാർജിൻ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാർജിൻ ലീക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ യു റൈറ്റ്, മാർജിൻ മസ്റ്റ് ബി അതായത് പ്രൈസിങ് മസ്റ്റ് ബി കറക്റ്റ്. അതെ, യുവർ ഫിക്സ്ഡ് കോസ്റ്റ് മസ്റ്റ് ബി ആസ് ലോ ആസ് ഇസ് പോസിബിൾ സോ ദാറ്റ് I can easily overcome that obstacle. സാർ പറഞ്ഞ എക്സാമ്പിൾ, 1 വയസ്സിൽ നിങ്ങൾ ചാടേണ്ട ഒബ്സ്റ്റക്കിളും 20-ാം വയസ്സിൽ നിങ്ങൾ ചാടേണ്ട ഒബ്സ്റ്റക്കിളും തമ്മിൽ, അതായത് ഇരിക്കണതിന് മുന്നേ കാല് നീട്ടരുത്. കറക്റ്റ് അല്ലേ? യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. അതായത് ഞാൻ പല കച്ചവടം അത് എനിക്ക് വളരെ സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൾക്കാർ വളരെ എന്തൂസിയാസത്തിൽ തുടങ്ങും, ഹ്യൂജ് സെറ്റപ്പ്. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ പൊന്നെ, ഇവൻ എന്തിനാ ഇത് ചെയ്തേ? കച്ചവടം ഒന്ന് ഉഷാറായിട്ട് ചെയ്താൽ പോരായിരുന്നില്ലേ? ഇത് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ എന്താ വേണ്ടേ? നമുക്ക് കച്ചവടം വേണം, നമുക്ക് ബിസിനസ് വേണം, ടേൺ ഓവർ വേണം. അതിൽ നിന്ന് വരുന്ന ലാഭം നമുക്ക് ബാങ്കിൽ കാണണം, അതിൽ നിന്ന് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എടുക്കണം, അല്ലേ? നോട്ട് ദി അതർ വേ അറൗണ്ട്. ഓക്കെ സാർ. സോ ഈ ഓൺട്രപ്രണർഷിപ്പ് നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ നന്നാക്കുമ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് HR എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ പലപ്പോഴും അവിടെ നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് എംപ്ലോയീസ് വരുന്നത് നമ്മൾ ആളെ ഇൻടേക്ക് എടുത്ത സമയത്ത് ഹി വാസ് എ വെരി ഗുഡ് കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ഹി ഡിഡ് റിയലി വെൽ. പക്ഷെ വന്നു കഴിഞ്ഞപ്പം വെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ഹാവ് ഫോളൻ അപ്പാർട്ട്. അങ്ങനെയുള്ള കേസിൽ ഫോർ ആൻ ഓൺട്രപ്രണർ, ഹൗ ക്യാൻ ഹി ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പേഴ്സണെ എങ്ങനെ നമുക്ക് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ്. തിരിച്ചൊരു HR അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഏരിയയിൽ റിക്രൂട്ടർ സൈഡിലേക്ക് എങ്ങനെയാണ് ഒരു ഹയറിംഗ് പ്രോസസ്സിൽ ഇവാലുവേറ്റ് ചെയ്യുക, ടീമിനെ എങ്ങനെ നമ്മൾ ഓൺ ബോർഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത്
കാരണം പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട് അതൊരു ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ലൈക്ക് വൺസ് എ പേഴ്സൺ കംസ്, ആളെ എന്താണെന്നുള്ള നമുക്കറിയില്ല. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ മേ ബി പോയാൽ ഒരു 45 മിനിറ്റ്സ് ആണ് നമുക്ക് ആളെടുത്ത് ഡീൽ ചെയ്യാൻ കിട്ടുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ടോട്ടലി അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റൂല. പിന്നെ നമ്മൾ പറയാ പ്രൊബേഷൻ ഒക്കെ ഇല്ലേ നോക്കാം അതെ അതെ എന്നൊക്കെ പറയും. ഐ തിങ്ക് യുവർ പോയിന്റ് ഇസ് വെരി വാലിഡ് നതാഷ. ഞാൻ അത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഞാൻ കമ്പനിയുടെ പേരെടുക്കുന്നില്ല, ഓക്കെ, ബിക്കോസ് അത് കറക്റ്റ് അല്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായിട്ട് ഇപ്പോൾ എൻ്റെ 34th ഇയർ ആണ്. സംവെയർ ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് മൈ കരിയർ ഒരു കമ്പനി, ഒരു വേൾഡ് ലീഡിങ് കമ്പനി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫോർ എ പൊസിഷൻ ഓഫ് എ മാർക്കറ്റിംഗ് ഹെഡ്. എന്നിട്ട് ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. 7 സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. ആ 7 സ്റ്റെപ്പ് പ്രോസസ്സിൽ അവർ പല ആസ്പെക്റ്റും ചെക്ക് ചെയ്തു. അതായത് എൻ്റെ സ്കിൽസ്, ഞാൻ ആദ്യം പറഞ്ഞോണം, എൻ്റെ സ്കിൽ സെറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ കോഷ്യൻ്റ്, ഇതൊക്കെ ചെക്ക് ചെയ്തു. അത് ഒരാൾ മാത്രമല്ല, പല പാനൽസ് വെച്ച് ചെക്ക് ചെയ്തു. എന്താ വരുന്നത് നതാഷ? മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സെലക്ഷൻ, നമുക്കൊരാൾ വേണം, വി നീഡ് ഹിം ഫാസ്റ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ക്വിക്കാക്കി നമ്മളത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തോ, യുവർ റിസ്ക് എലിമെൻറ്റ് ഇസ് വെരി ഹൈ. ആ ഒരു പ്രോസസ്സ്, അതായത് നമുക്കൊരാളെ എങ്ങനെയാണ് മനസ്സിലാവുക? ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ എനിക്കൊരാളെ മനസ്സിലാവും, പല ഇൻട്രാക്ഷൻസും വേണം. ഈ പല ഇൻട്രാക്ഷൻസ് സ്പ്രെഡ് ഓവർ അബൌട്ട് 2 months ഉണ്ടായാൽ ഐ ആം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഗായ്. അതിനുള്ളിൽ ഇഫ് ഹി ഗെറ്റ് സെലക്ടഡ് സംവെയർ എൽസ്, ഹി ഈസ് നോട്ട് മൈ ഗായ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി ദ മോർ സീനിയർ യു ഗോ, ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻട്രാക്ഷൻസ്, നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റൂല. അതായത് കോൺഫിഡൻസിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. എടുക്കും, അത് മിസ്ഫിറ്റ് ആവും, നമ്മൾ വേണ്ടാന്ന് പറയും. അപ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ടമൾട്ടസ് ഫോർ ദി ഓർഗനൈസേഷൻ. അത് നല്ലതല്ല. അതൊരു ആസ്പെക്റ്റ്. വേറൊരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഇംപേഷ്യൻ്റ് ആവരുത്. അതായത് പലർക്കും അവരെ സ്റ്റാർട്ടിങ് അപ്പ് ടൈം കുറച്ച് ഇറ്റ് ടേക്സ് സം ടൈം. ചിലവർക്ക് they settle down very fast. Some takes some time to settle. നമ്മൾ മനസ്സിലാക്കണം, ഇത് സെറ്റിലിംഗ് ഡൗൺ ഇഷ്യൂ ആണോ അതോ വേറെ ഇഷ്യൂ. ഇപ്പോൾ ചില ഇഷ്യൂസ് ഉണ്ട്, എത്തിക്കൽ ഇഷ്യൂ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വേണ്ടാന്ന് പറയാം, അപ്പോൾ നമുക്ക് പറ്റൂല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പേഷ്യൻസും നമുക്ക് HR വേണം. അപ്പോൾ എന്താണ് HR? റിസ്ക് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കുറയ്ക്കാൻ എന്താ HR ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് തന്നെ, ഡോണ്ട് ഷോർട്ട് സർക്യൂട്ട് ദ പ്രോസസ് however much the pressure is there from the other departments. അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് ചെയ്തോ അതിൻ്റെ കോസ്റ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ അത് ഒരു കാലത്തും ചെയ്യാണ്ടിരിക്കുക. 2, വന്നു കഴിഞ്ഞാൽ സ്നാപ്പ് ജഡ്ജ്മെൻറ്റ്സ് ഇല്ലാണ്ടിരിക്കുക, ടൈം കൊടുക്കുക. എത്തിക്കൽ അങ്ങനത്തെ ഇഷ്യൂസ് അല്ല ഞാൻ പറയാം. എത്തിക്കൽ ഇഷ്യൂസ് ബാക്കി ഇപ്പോൾ ഒരാൾ പെർഫോമൻസ് ചെയ്യുന്നില്ല, എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇസ് ദ പ്രോബ്ലം എൻറ്റയർലി അസ്ക്രൈബിൾ ടു ദി എംപ്ലോയി, ഓർ മേ ബി ഇറ്റ് ഇസ് എൻറ്റയർലി ഡ്യൂ ടു ഹിസ് ബോസ്? ഇപ്പോൾ അതും വരാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇറ്റ്സ് ഈസി ടു മേക്ക് എൻ എംപ്ലോയി ദ സ്കേപ്പ് ഗോട്ട്, വെയർസ് എ പ്രോബ്ലം ലൈസ് വിത്ത് ദ ബോസ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതാണ് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് റോള്. അപ്പോൾ അത് പ്ലേ ചെയ്താൽ ഈ റിസ്ക് നമുക്ക് കുറയ്ക്കും. അത് ഏത് കാര്യത്തിൽ എന്ന പോലെ നമ്മൾ എടിപിടിയെന്ന് ചാടിപ്പിടിച്ച് വേഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഈ ഹയറിങ്ങിൻ്റെ അകത്തും, അല്ലേ? അതാണ് അതിൻ്റെ, അതായത് നമ്മളൊരു ഏത് ഒരു സാധനവും ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ റിസ്ക് എലിമെൻറ്റ്സ് കുറയ്ക്കാനാണ്. അപ്പോൾ അത് ചെയ്യാണ്ട് നമ്മൾ പറയില്ല, ഈ ക്വിക്ക് ഗൺ, വെസ്റ്റേൺ മൂവീസിൽ നമ്മൾ കണ്ടില്ല, ക്വിക്ക് ഗൺ അപ്രോച്ച്, അത് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതേപോലെ തന്നെ നമുക്ക് കോൺസിക്വൻസസും വരും. അത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേ ഫേം, ഡു യുവർ പ്രോസസ്. ഒരു HR മാനേജർ വളരെ ഫേമായിട്ട് നിൽക്കണം. അതായത് ഇതാണ് എൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ഇതില്ലേ എനിക്ക് പറ്റൂല. എന്താ കാര്യം വെച്ചാൽ അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇറ്റ് ഈസ് ബാഡ് ഫോർ ദി ഓർഗനൈസേഷൻ. അത് ഒരാളെ മനസ്സിലാക്കണ്ടേ നമ്മൾ? എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അതായത് CXO ലെവൽസിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ 1-2 ഇൻ്റർവ്യൂസിൽ റിക്രൂട്ട് ചെയ്യുക. ഇറ്റ്സ് ഫൂളിഷ്. CXO ലെവലിൽ നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 10-15 ഇൻട്രാക്ഷൻസ് കഴിയണം. അതായത് HR കഴിയണം, ദ ബോസ് ഹാസ് ടു സീ, ദ ബോർഡ് ഹാസ് ടു സീ, അങ്ങനെ പല ഇൻട്രാക്ഷൻസും കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഇവാലുവേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് വെദർ നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇയാളുടെ സ്കിൽ സെറ്റ്സ് മാത്രമല്ല, അയാളുടെ അഡാപ്റ്റബിലിറ്റി ടു ദി ഓർഗനൈസേഷൻ, അതൊക്കെ നോക്കണ്ടേ? എന്നിട്ടല്ലേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ.
അതെ. സോ ഇപ്പം നമ്മൾ സാർ പറഞ്ഞു ഒരു ഓൺടർപ്രണറിന്റെ സക്സസ് ആയിട്ട് കരുതുന്ന പല സാധനങ്ങളും അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പം ഫെയിലിയേഴ്സ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ ഈ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സെൽഫ് അനാലിസിസ് ചെയ്യുമ്പം ഇസ് ദർ എനി സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വുഡ് ബി ലവ്ലി, ലൈക്ക് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇൻട്രോസ്പെക്ഷൻ എന്ന് വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ പോയ്സൺ ചെയ്യുന്നൊരു സാധനം എന്താണ്? റിഗ്രറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോൾ പോയ്സൺ നമ്മൾ മാറ്റണം, റിഗ്രറ്റ് നമ്മൾ മാറ്റി വെക്കണം. റിഗ്രറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ ടു മീ. അപ്പോൾ റിഗ്രറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറി, നമ്മുടെ മനസ്സിലത്തെ നെഗറ്റിവിറ്റി മാറി. നമ്മളിപ്പോൾ എന്താ ചെയ്യണേ? ആസ് ചിൽഡ്രൻ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ ബെസ്റ്റ് ഓഫ് അവർ ലേണിംഗ് വാട്ട് ഹാപ്പൻ ടു മീ, വൈ ഡിഡ് ഐ ഗോ റോങ്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ബെസ്റ്റ് സെൽഫ് ക്രിറ്റിക് ആയിരിക്കണം. അതായത് വേറൊരാൾ എന്നോട് കള്ളത്തരം പറഞ്ഞാൽ ഐ ക്യാൻ സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ്, പക്ഷെ ഞാൻ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് ഭാവി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, റിഗ്രറ്റ്സ് നമ്മൾ തള്ളി പുറത്തു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യരുത്. റിഗ്രറ്റ്സ് നമ്മുടെ മനസ്സിലുള്ള സമയത്ത് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഓഫ് ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് ടാൻജന്റ്. മാറ്റി വയ്ക്കുക. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, വേർ ഡിഡ് ഐ ഗോ റോങ്, വാട്ട് മിസ്റ്റേക്ക് ഡിഡ് ഐ ഡു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നെവർ എക്സ്റ്റേണലൈസ് എ പ്രോബ്ലം. അത് കാരണം ദ മിസ്റ്റേക്ക് ഇസ് വിത്തിൻ മീ. ആം ഐ ബോൾഡ് ഇനഫ് ടു ഫൈൻഡ് ദാറ്റ് മിസ്റ്റേക്ക്? ഇഫ് യെസ്, ഐ ക്യാൻ ചേഞ്ച്. ആൻഡ് ഇഫ് ഐ ചേഞ്ച്, I can reach a higher level in the remaining part of my life. അതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകളായിരിക്കുമല്ലോ ഹുദൈഫിന് പറ്റിയിട്ടുണ്ടാവുക. ആൻഡ് all of us commit mistakes. പിന്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് ഇൻഫാലിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ലൂപ്പ് സ്വയം തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പഠിച്ച് കയറി വന്നാൽ that man is destined for success. I hope I have answered your question. Yes. ഇതെൻ്റെ ഈ പോഡ്കാസ്റ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെനിക്ക് ചില ഹിഡൻ അജൻഡാസുകളൊക്കെ ഉണ്ട്. ഈ സമയം അത്രയും നമ്മൾ സംസാരിച്ചതിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾക്കും ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണല്ലോ മനുഷ്യൻ കൂടുതൽ ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം കൂടിയാണ്. സാറ് കരിയറിൻ്റെ ഈ ഒരു സ്റ്റേജിലും ഇപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ സെൽഫ് ലേണിങ്ങും അതുപോലെ ഡൂയിങ് ന്യൂ തിങ്സിൽ ഈ ഒരു കരിയർ സ്റ്റേജിലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ ചില പേഴ്സണൽ പൊടിക്കൈകൾ എനിക്ക് ഷെയർ ചെയ്തതാണ്. അങ്ങനെ പൊടിക്കൈകളല്ല, എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ വരികയെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട്, പുതിയത് ചെയ്യണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെയിലായി പോകും. എനിക്ക് സ്റ്റെയിലാവാൻ താല്പര്യമില്ല. സ്റ്റെയിലായി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മുഷിഞ്ഞ പരിപാടിയാണ്. നമ്മൾ പുതിയതായിട്ട് ദ യൂണിവേഴ്സ് ഇസ് സോ എക്സൈറ്റിംഗ്. എന്തൊക്കെ പോസിബിലിറ്റീസാണ് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കും നമ്മുടേതായ ടാലൻസും ബ്ലെസ് ചെയ്തിട്ടാണ് ദൈവം നമ്മളെ ഈ യൂണിവേഴ്സിലേക്ക് വിട്ടിരിക്കുന്നത്. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, കുറച്ചൊക്കെ തെറ്റുകൾ വരും, ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കും. യു മസ്റ്റ് എൻജോയ് ദ പ്രോസസ് ഓഫ് യുവർ ലിവിങ്. അതായത് all of us get an infinitesimal point in time in the universe. ആ ടൈമിൽ നമ്മുടേതായ ചെറിയ ഇംപ്രിൻറ്റുകൾ നമ്മുടെ സർക്കിളിൽ നമ്മൾ വിട്ടു പോകണം. അല്ലെങ്കിൽ അതിൽ എന്താ ലൈഫുള്ളത്? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? യു മസ്റ്റ് ബി ഓൾവേസ് in the quest to learn different things, try out something new. ഞാൻ ഒരിക്കലും പറയുന്നത് ചേഞ്ച് ചെയ്ത് നിൽക്കണം എന്നല്ല. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലത് നമ്മൾ അതിൽ വളരെ സക്സസ്ഫുൾ ആവും. അത് കണ്ടിന്യൂ ചെയ്യുക, പിന്നെയും കുറച്ച് ഇത് ചെയ്യുക. യു മസ്റ്റ് ആ ഒരു the quest for learning നമ്മുടെ പോവരുത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പോൾ നമ്മളൊരു ലിവിങ് ഓർഗനൈസേഷനെ ഒരു ലിവിങ് ബീയിങ്ങിനെ നമ്മൾ ഇപ്പോൾ ഞാനും ഹുദൈഫല്ല, നമ്മളൊരു ലിവിങ് ബീയിങ്ങിനെ നോക്കുക. എന്നാണ് ഒരു ലിവിങ് ബീയിങ് ഓൾഡ് ആവുക? ഒരു ലിവിങ് ബീയിങ് ഓൾഡ് ആവുക അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്.
അല്ലേ? അതെ. അത് ഫ്ലെക്സിബിൾ അല്ല, അഡാപ്റ്റബിൾ അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ഓൾഡ്. ഉം. അപ്പോൾ ഓൾഡ് എന്ന് പറയുന്നത് ഒരു ക്രോണോളജിക്കൽ ഏജ് അല്ല, അല്ല. അതൊരു മെൻറ്റൽ ഫ്രെയിം ഓഫ് മൈൻഡാണ്. അതായത് എൻ്റെ ഫ്ലെക്സിബിലിറ്റി പോയി, എൻ്റെ അഡാപ്റ്റബിലിറ്റി പോയി, എൻ്റെ ലേണിംഗ് പോയി, ഐ എം ഓൾഡ്. ആ ഓൾഡ് എനിക്ക് വേണമെങ്കിൽ 10 വയസ്സിലാവാം, ആ ഓൾഡ് എനിക്ക് 100 വയസ്സിലാവാം, അല്ലേ? അത് ഞാനല്ലേ തീരുമാനിക്കാം. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്. ഐ ഡിസൈഡ് ആൻഡ് ഐ കൺവിൻസ് മൈസെൽഫ് ഐ കനോട്ട് ലേൺ മോർ, ഐ കൺവിൻസ് മൈസെൽഫ് ഐ കനോട്ട് ഡു എനിത്തിങ് ന്യൂ. അപ്പം ഞാൻ ഓൾഡായി. ഓൾഡ് ആവാനല്ലല്ലോ ദൈവം നമ്മൾ ഈ യൂണിവേഴ്സിൽ വിട്ടിരിക്കുന്നത്, അല്ലേ? അതെ. എനിവേ, താങ്ക് യു സോ മച്ച് സാർ. വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ കുറഞ്ഞ സമയത്ത് ഒരുപാട് വലിയ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിച്ചു. എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുടെ കൂടെ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് അവരുടെ ലൈഫ് ജേണിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഇൻസൈറ്റ്സുകളൊക്കെ ലഭിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാലും കിട്ടാത്ത അത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ സാറ് ഷെയർ ചെയ്ത് തന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. മൈ പ്ലഷർ, Uday. Thank you so much, Natasha.